ഡാഡിക്കും അമ്മയ്ക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഡാഡി എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് അമ്മ എന്ന് പറഞ്ഞേ. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പോവുകയാണ്. ഇന്ന് പുനഃസംപ്രേഷണമാണ്. അംഗൻവാടിയുടെ ഇല്ല, 1ാം ക്ലാസ്സിൻ്റെ. അത് കുഞ്ചുവിന് ഇഷ്ടമാണ്. കുഞ്ചു ഇച്ചിരി ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് വിളിക്കാവേ. ഓക്കെ. ഡാഡിക്ക് ഉമ്മ കൊടുത്തേ. ഉമ്മ എന്ന് പറഞ്ഞേ. ഡാഡി ഉമ്മ എന്ന് പറഞ്ഞേ. ഡാഡിക്ക് ഉമ്മ എന്ന് പറഞ്ഞേ. അമ്മയ്ക്ക് ഉമ്മ എന്ന് പറഞ്ഞേ. കുഞ്ചു ഡാഡിക്കും അമ്മയ്ക്കും ഉമ്മ കൊടുത്തേടാ. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലിരിക്കാം അല്ലേ? ഡാഡിക്കും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുമല്ലേ? അല്ലേ കുഞ്ചു? ഇച്ചിരി അടുത്തോണ്ട് കൊണ്ടുവന്നേ. പുറവും തിരിച്ച് അങ്ങനെ വെള്ളം കുടിച്ചിട്ടാണ് ഇച്ചിരി പഠിക്കുക. കാപ്പി ആകുമ്പോഴത്തേക്ക് പഠിച്ചോളൂ. രാവിലെ അല്ലേ ഞങ്ങൾക്ക് പല്ല് തെച്ച് കഴിയുമ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് വേണം. ചായ ഒന്നും വേണ്ട തന്നെ. ചായ എൻ്റെ കിറി കിട്ടിപ്പോയി. എന്നാ പറ്റിയ രൂത്ത് അത് അമ്മ ആർച്ചതാ. കുടിച്ചോ. അവിടെ രൂത്തുണ്ട്. പപ്പ ചായ കുടിക്കുമ്പോഴാണല്ലോ വെള്ളം രുചിച്ചു കുടിക്കുവാണ്. കുടിച്ചേണ്ട സാറേ, ഏറ്റു പോട്ടെ. നോക്കിയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കുടിപ്പിക്കുന്നത് ഭയങ്കര സന്തോഷം. വെരി ഗുഡ്. അച്ഛനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ. കൊടുക്കും. ഈ പാട്ട് കഴിഞ്ഞിട്ടാ. ഷീപ്പ് എടുത്തേ, ഷീപ്പ
ഈ പാട്ടം കഴിഞ്ഞിട്ട് കൊണ്ടുപാടി. വേഗം വെച്ചോ. അമ്മച്ചാ കാച്ച കാച്ച കാച്ച് കുഞ്ചു. ആ അടുത്ത് ഉരുള കൊടുക്കാറായി. ആ കോവിഡ്-19 ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പോരാടുകയാണ്. പക്ഷേ ഒന്നോർക്കണം, നമ്മുടെ പോരാട്ടം രോഗത്തോടാണ്, രോഗികളോടല്ല. അവരോട് വിവേചനം പാടില്ല, അവർക്ക് വേണ്ടത് പരിചരണമാണ്. അതോടൊപ്പം ഈ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ നമുക്ക് കവചങ്ങളായ നമ്മുടെ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, പോലീസ് തുടങ്ങിയവരോട് ആദരവ് പുലർത്താം. അവരോട് പൂർണ്ണമായി സഹകരിക്കാം. ഈ പോരാളികൾക്ക് നിങ്ങളുടെ കരുതൽ നൽകൂ. അങ്ങനെ കൊറോണ വൈറസിൽ നിന്നും രാജ്യത്തിന് മോചനം നൽകൂ. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ ലോക്കൽ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ സെൻട്രൽ ഹെൽപ്പ് ലൈൻ നമ്പറായ 1075 വിളിക്കൂ. പൊതുജന താൽപര്യാർത്ഥം ഭാരത സർക്കാർ. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. ആ അമ്മച്ചൻ അമ്മച്ചോ.
ചിമ്മോ ഇങ്ങോട്ട് ഇങ്ങോട്ട്. കുഞ്ചു ടി വിയുടെ അടുത്ത് മാറി തന്നെ. ഇങ്ങോട്ട് മാറി നിന്ന് ഡാൻസ് ചെയ്താൽ മതി. വാ ഇവിടെ ഒന്ന് ഡാൻസ് കളിച്ചാൽ മതി. കുഞ്ചു ടി വിയുടെ അടുത്ത് പോയി അടി മേടിക്കും. മാറിയില്ല. വാ തിരിഞ്ഞു നോക്കട്ടെ. അമ്മച്ചേ ഞാൻ പറയുന്നുണ്ട്. നേരെ നമ്മുടെ എടുക്കാം. എവിടെ ഇരിക്കേ? ഇവിടെ നേരെ നോക്കാം. ഇവിടെ 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 ചുമ്മാ അമ്മച്ചേ അമ്മച്ചേ കുഞ്ചു അമ്മച്ചേ അവള് കണ്ണാടിയിൽ നിന്ന് പോയി നോക്കിട്ട് വരണേ. കുഞ്ചു तेरी पूजा करूं. कभी खुशी कभी गम कभी खुशी ഓടി വന്നല്ലോ. कभी खुशी പാലെടുത്തോ. Gracias.
അവള് മനഃപൂർവ്വം ഇരിക്കണ്ടെന്ന്. അവിടെ ഏറ്റ് നിൽക്കടി, ഏറ്റ് നിൽക്ക. അമ്മച്ചേ 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 ആ ഇങ്ങനെ കൂട്ടുക. എന്തോ മഴ, എന്തോ മഴ. നമ്മുടെ മുറ്റത്ത് കൊണ്ടുപോകാനെ വെള്ളം കിടക്കണ കണ്ടോ? ചുമ്മാ ആ ഊഞ്ഞാല പോയി. ഇങ്ങോട്ട് വന്നേ. ആരോ എല്ലായിടത്തും പോയി ഇരിക്കും. ഡാൻസ് കളിക്ക്, ഡാൻസ് ഡാൻസ് കളിക്ക്. അങ്ങനെ തന്നെ. ഡാൻസ് കളിക്ക്. ഇപ്പോൾ ഓറഞ്ച് കൂടി വന്നിരിക്കുന്നു. പുതിയ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അതിനനുസരിച്ച് ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനർത്ഥം കൂടുതൽ മഴ ലഭിക്കും. പാലായിൽ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഇവിടെ ചിമ്മ തുള്ളിക്കേടാ, തുള്ളിക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്തിലേക്ക് കോവിഡ് കണക്കെടുത്ത് 4 തരം ഇങ്ങോട്ട് തുള്ളിക്കേ. പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അത്തരം നിർദ്ദേശങ്ങൾ കൂടി അതിനോടൊപ്പം നമുക്ക് സഹകരിക്കേണ്ട സമയം കൂടിയാണ്. വൈശാഖ നിലവിൽ മഴയില്ല, കൊടയില്ല, പിന്നീട് പ്രഖ്യാപിച്ച ജില്ലയിലില്ല, ഇപ്പോൾ കോട്ടയം. അപ്പൊ അതുകൊണ്ട് വലിയ മഴയില്ലാതെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല. കടന്നു പോകാമെന്ന് കരുതാം. ഇവിടെ നിൽക്ക്. അവിടെ അവിടെ നല്ല ഉപ്പാണല്ലോ. ചിമ്മുവിന്റെ ഉപ്പ് കണ്ടോ? ഫോട്ടോ ഡാഡിക്ക് ഫോട്ടോ അയക്കട്ടെ, ഡാഡിക്ക് വീഡിയോ അയക്കട്ടെ. അവിടെ നില്ലടാ, ഡാഡിക്ക് വീഡിയോ അയക്കട്ടെ. കാണിച്ചേ ഹെയർ ബാൻഡ് കാണിച്ച, ഹെയർ ബാൻഡ്. ആ മിടുക്കി കുട്ടി. ഇച്ചിരി വന്നാലും അവിടെ നിന്നായിരുന്നെങ്കിൽ. ആ അങ്ങനെ പിന്നീടുള്ളത് ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണമാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 6.5 മാസമായി കോവിഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഇല്ലാത്ത തരത്തിലാണ് ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം പോകുന്നത്. 100-ന് മുകളിലേക്ക് ഘട്ടത്തിൽ പോവുകയാണ്. 103 പേരുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായി കാണേണ്ടിയിരിക്കുന്നത്. സമ്പർക്കത്തിന് മറ്റൊരു വസ്തുതയായിട്ട് മറ്റൊരു ഡാൻസ് 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 കളിക്കേ. ആ ഹായ് കറങ്ങിക്കേ. ഹായ്. മലപ്പുറത്ത് 145 പേർക്ക്, കോട്ടയത്ത് 115 പേർക്ക്, ആലപ്പുഴയിൽ 99 പേർക്ക്. അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമ്പർക്കം മൂലമുള്ള രോഗബാധയുടെ എണ്ണത്തിൽ വലിയ വർധനവ് കാണിക്കുന്നുണ്ട്. 27 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ 5 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തും എറണാകുളത്തും കോഴിക്കോട് 4 വീതവും, തിരുവനന്തപുരം ജില്ലയിൽ 3-ഉം, പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ 2 വീതവും ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുകയാണ്. മലപ്പുറത്തും വയനാടും ഓരോ ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു എയർ ക്രൂവിന് ഇന്ന് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ 2 DSC ജീവനക്കാർക്കും, എറണാകുളം ജില്ലയിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ 137 മറ്റു ജില്ലകളിൽ സമാനമായ രീതിയിൽ രോഗികളുടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലാണ് ആൾക്കാരുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. സാമ്പിളുകളുടെ എണ്ണത്തിൽ വലിയ വർധനമൊന്നും കാണിക്കുന്നില്ല. 26 മണിക്കൂറുടെ 22,745 സാമ്പിളുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണത്തിലാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ വർധനമുള്ളത്. കഴിഞ്ഞത് 13 ഹോട്ട്സ്പോട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്ന് 34 ഹോട്ട്സ്പോട്ടായി വർദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവരുടെ പ്രദേശങ്ങളിൽ ഹോട്ട്സ്പോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ആശങ്ക അവർക്ക് ഉണ്ടാകും. ആ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ, അതിനകത്ത് കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് 10 കണ്ടെയ്ൻമെന്റ് സോണായി പരിഗണിക്കുകയാണ്. മുളങ്കാട്, എറണാകുളം ജില്ലയിലെ മുളങ്കാടിൽ 1-15 കണ്ടെയ്ൻമെന്റ് സോണായി പരിഗണിക്കുകയാണ്. ഈ 1-15 എന്ന് പറയുന്ന വാർഡുകളുടെ എണ്ണമാണ്. കുഴിപ്പള്ളിയിൽ 6-11 കണ്ടെയ്ൻമെന്റ് സോണാണ്. ഐക്കനാട് എന്ന് പറയുന്നതിനകത്ത് 1-ാമത്തെ വാർഡ് കണ്ടെയ്ൻമെന്റ് സോൺ
ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ കിഴക്കാഞ്ചേരിയിലെ കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയേഷൻ വ്യത്യാസം ഉണ്ടോ? അതിനോട് കുറച്ച് കുറവൊക്കെ കാണും. പക്ഷെ ആ കുറവ് എന്ന് പറയുന്നത് കുറവായി കാണാനുണ്ട്. നമ്പറിന്റെ കുറവ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 30 മുകളിലായിരുന്നു എന്നാണ് ഓർമ്മ. അത് 430 മുകളിൽ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലാണ് രോഗികളുടെ എണ്ണം പോകുന്നത്. പക്ഷെ ഇന്ന് തിരുവനന്തപുരം 292 അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വലിയ ആശ്വാസമായി കാണാൻ കഴിയില്ല. കാരണം രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് ഒരു ദിവസം കൂടിയും ഒരു ദിവസം കുറഞ്ഞും ഒക്കെ നിൽക്കും. അതിനകത്ത് അത് വലിയൊരു ആശ്വാസം കഴിയും. തുടർച്ചയായി ഒരു 5-6 ദിവസം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ജില്ലയെ അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് അതിന് പറയാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയെ മാത്രമല്ല മറ്റു പല ജില്ലകളിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു. ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 170 പേർക്ക് രോഗം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ കൊല്ലം ജില്ലയിൽ 100 മുകളിൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ 100 മുകളിൽ രോഗികളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 100 മുകളിൽ രോഗികളുണ്ട്. പല ജില്ലകളിലും 100 മുകളിൽ തന്നെയാണ് രോഗികളുടെ എണ്ണമുള്ളത്. വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. ഈ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതിനപ്പുറം സുന്ദരിയായില്ല. ചിമ്മുവിൻ്റെ ക്യൂടെക്സ് കണ്ടോ? ചിമ്മുവിൻ്റെ മുടി കണ്ടോ? കുഞ്ഞുകുട്ടി ഹെഡ് കാണിച്ചേ. ഹെഡ് അല്ലേ? ഇനി ഐസ് കാണിച്ചേ. ഐസ് കൺമുടി ചീപ്പൊന്ന് മേടിച്ചോ. അപ്പം അവിടെ അല്ല വല്ല കണ്ണിലും കൊള്ളും. ഐസ് കാണിച്ചേ. ചുമ്മുട്ടി ഐസ് കാണിച്ചേ. ഐസ് കാണിച്ചടാ. ഐസ് ഇല്ലെന്നേ. വരാതില്ല. ഇല്ലടാ. ഇല്ലെന്നേ. പപ്പ അവിടെ എങ്ങും വെച്ചിട്ടില്ല. ഇതുണ്ടോ? ഇല്ല. പപ്പയുടെ ഇല്ല. ഇതല്ലേ ഐസ് കാണിച്ചടാ. ചുമ്മുകുട്ടി ഐസ് കാണിച്ചേടാ. അവിടെയൊന്നും ഇല്ലടാ. ഇല്ലടാ. പോയി. ഇനിയിപ്പോൾ അങ്ങ് വരെ പോവാ എടുക്കാം. സുന്ദരിയാണെന്ന് നോക്കി. അതാ പിടിക്കണ്ട. ചിമ്മോ ദേ ഇവിടെ അത് അവിടെ വെച്ചേ. ചിമ്മോ അവിടെ ഇട്. അവിടെ വെക്ക്. അതവിടെ വയ്യേ. പൂച്ചനെ കണ്ടോ? കുഞ്ഞു പൂച്ചനെ കണ്ടോ? അമ്മ ഇട്ടോളാടാ അത്.
ചേച്ചി ഓക്കെ ചെരുപ്പൊന്നും കൈകണ്ട് എടുക്കാതെ മാറി ഇതേ പൂച്ച നീ നോക്കാം യാവ് ബൈ ക്യാറ്റ് എന്ത് ക്യാറ്റ് ക്യാറ്റ് ചിമ്മു ക്യാറ്റ് ചിമ്മു ക്യാറ്റ് 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 എന്ത് ക്യാറ്റെന്ന് പറഞ്ഞു ക്യാറ്റ് ക്യാറ്റ് ദാണ്ട് ക്യാറ്റ് വരുന്നു അവിടെ വാടി ഇങ്ങോട്ട് ആ തലമുടി നീരിട്ട് ശരിക്കെടുത്തില്ല അവൾ ഈ ഓടിയോടെ പവനിങ്ങനെ പപ്പയാ ചെരുപ്പം മാറിയിടും കൊച്ചങ്ങനെ നടക്കുക കാല് നനഞ്ഞിരിക്കുകയാണ് മോനെ പിന്നിട്ടോളാം കേട്ടോ കാല് നനഞ്ഞിരിക്കുക ഉൾപ്പെട്ടിട്ട് വലിയ സന്തോഷം ഓ ഇത് നല്ല വളയാണല്ലോ ചുമന്ന വള ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് 1 മണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നപ്പോഴത്തെ അവസ്ഥയാണ് ഒരു പുതപ്പെടുത്ത് പൊതിച്ച് സുഖം പിടിച്ച് കിടക്കുവാണിപ്പോൾ ചിമ്മുക്കുട്ടി കുളിച്ചോടാ കുഞ്ചു കുഞ്ചിങ്ങ് നോക്കിയേ ചിമ്മു കുച്ചോ ആരാ കൊച്ചിനെ കുളിപ്പിച്ചേ മമ്മിയെന്ന് പറ ആരാ കൊച്ചിനെ കുളിപ്പിച്ചേ മമ്മിയെന്ന് പറയടാ ആരാ കൊച്ചിനെ കുളിപ്പിച്ചേ One day a hungry fox was walking around looking for food. One day ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താൽ പോരെ പറയണം one day നീ മുമ്പേ പറഞ്ഞതല്ലേ കൊച്ചേ one day എന്ന് അതൊന്നുകൂടെ പറഞ്ഞേടാ one day നീ ആന്നല്ലേ പറയണ്ട നീ one day എന്ന് പറയണം one day പറഞ്ഞേ one day a hungry fox was walking around looking for food. One day പറ one day പറ മുഞ്ചു one day എന്ന് പറ ആന്നല്ല പറയണ്ട one day എന്ന് പറയണം one day a hungry fox was walking around looking for food. One day
A hungry fox was walking around looking for food. One day എന്ന് പറ. One day a hungry fox പറ. One day a hungry fox was walking around looking for food. ഒന്നൂടെ പറ. One day എന്ന് പറ. One day എന്ന് പറ. One day 26 ഉള്ളൂ. കുഞ്ചു എഴുന്നേറ്റ് മിടുക്കത്തിയായിട്ട് പാരെ. അപ്പൻ്റെ മൊത്തം ഓടിപ്പോരെ. ഓടിയോ. നമുക്ക് രാവിലെ പഠിക്കണേ. എന്നാ പഠിക്കണ്ടേ? വൺ ഡേ പറഞ്ഞു. വൺ ഡേ പറഞ്ഞു. വൺ ഡേ ഓടിയോ. എ ഫോക്സ്. വൺ ഡേ a hungry fox ഇതാരാ ഇതാരാ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പേരാണ്. മഴവിൽ പൂ. ഗംഭീര പേര്. ധാരുടെ ഉപ്പ ചിമ്മുക്കുട്ടി. ധാരുടെ ഉപ്പ ചിമ്മുവിൻ്റെ ഉപ്പാണോ? ചിമ്മുവിൻ്റെ ഉപ്പ് കണ്ടോ? ഉപ്പ് കണ്ടോ? ചിമ്മുക്കുട്ടിയുടെ നല്ല ഉപ്പ് കണ്ടോ? ഓ, ചിമ്മുക്കുട്ടി സുന്ദരിയായത് കണ്ടോ? ചിമ്മുവിൻ്റെ നല്ല ഉപ്പ് കണ്ടോ? ഉടുപ്പിനനുസരിച്ച് വളയിട്ടേക്കുന്ന കണ്ടോ? ഉടുപ്പിൻ്റെ കളറിലുള്ള വളയിട്ടേക്കുന്ന കണ്ടോ? വസ്ത്രത്തെ ചവിട്ടാതെ വസ്ത്രം മാറ്റി.
അത് മുറുകാൻ മതി. അയാൾക്ക് സന്തോഷം. അല്ലല്ലോ കാണിച്ചേ, അവിടെ നിൽക്കേ. ആ ഏ എന്നാ വേണ്ടേ മോക്കെന്നാ വേണ്ടത് ഇപ്പോൾ? അമ്മയോട് എന്നാ ചോദിക്കുന്ന കൊച്ച് പറഞ്ഞേ എന്നാ വേണം ഇപ്പം? ചിമ്മൂന് എന്നാ വേണ്ടേ പറയാൻ അമ്മ തരികയാണ് കേട്ടോ. പറ. ചിമ്മോ എന്നാ വേണം? എന്നാ വേണ്ട കൊച്ചിനെ? പറഞ്ഞേടി. വെള്ളം വേണോ? വെള്ളം വേണോ? നീ ഇപ്പം എവിടെയാ പോണേ? ചിമ്മു എവിടെയാ ഇപ്പോൾ പോണത്? വാ ഇങ്ങോട്ട്, വാ, ഓടിയോ. ചിമ്മുവിന് എന്നാ വേണ്ടേ? എന്നാ ഞാൻ കുടിക്കേ. ആ ചെരിച്ച് കളയല്ലേ, വേഗം കുടിച്ചോ. ആ വേഗം കുടിച്ചോ. കുടിക്ക് വേഗം. എടുക്കുകയാണല്ലോ, വേഗം കുടിച്ചോ. കുടിക്കേ.
തിരിക്കണ്ട, ചൂടൊന്നുമില്ല, വേഗം കുടിച്ചോ. ആണോ? പാലം പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ കുടിച്ചു കഴിഞ്ഞോ? തിരിച്ചേ ചിമ്മോ, എൻ്റെ ആരാടാ വന്നത്, വന്നേച്ച് പോയത്? എൻ്റെ ആരാ വന്നേച്ച് പോയേ? ഇപ്പം ടാറ്റ കൊടുത്താൽ മതിയോ? അവർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ഇപ്പോഴാണ് നീ ടാറ്റ കൊടുക്കുന്നേ? ഇപ്പോഴാണ് നീ ടാറ്റ കൊടുക്കുന്നേ? ടാറ്റ. സിയു. ആ കൊച്ചു ടാറ്റാന്ന് വരെയും പറയാമല്ലോ അപ്പേ. ആ 7 വയസ്സായിട്ട്. പാലം പാത്രം എന്താണ്ട് അവിടെ കഴുകി വെച്ചോളാം. വരുക ഇതെവിടെ? ഓവനിൻ്റെ അടുത്ത്. ഓവൻ സഞ്ജി ഇപ്പം പപ്പ സാധനം മേടിച്ചിട്ട് വെച്ചിട്ട് എവിടെയായിരുന്നു വെച്ചേ? ഉടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തേക്കാം. ഈ ഉടുപ്പ് ആൾക്ക് ചെറുതായല്ലേ? Bye. Umma. See you. Like this. Like this. എൻ്റെ അമ്മ തൂത്തളെ തിരിഞ്ഞ എടി ഒന്ന് ഒരു ഒലിപ്പ് ഇങ്ങോട്ട് നോക്കിയേ, അപ്പയുടെ നേരം നോക്കിയേ. ഇങ്ങനെ കാണിക്കണോ? കൂട്ടാ ചിമ്മ ഉണ്ടാക്കി വെച്ചതാണേ. ഡാഡിക്ക് അയച്ചു കൊടുക്കാം നമുക്കല്ലേ മോനെ? ചിമ്മ ഉണ്ടാക്കി വെച്ചതായത്. ആഹാ, ചിമ്മു തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ നീ കണ്ടോ? കണ്ടോ? ചിമ്മ ഉണ്ടാക്കി വെച്ചേക്കണം.
നീ എന്നാ പറഞ്ഞേ? ചിമ്മു എന്നാ പറഞ്ഞേ? ഇഞ്ഞോ നോക്കി. ചിമ്മോ എന്നാ പറഞ്ഞേ? ചിമ്മോ ചിമ്മു എന്നാ പറഞ്ഞേ? ചിമ്മു എന്നാ പറഞ്ഞേ? സവിതാമ്മനെ വിളിച്ചേ. സവിതാമ്മേന്ന് വിളിച്ചേ. സവിതാമ്മേന്ന് വിളിച്ചേ. ഇതേതുണ്ടോ? സച്ചു എന്ന് വിളിച്ചേ. സച്ചു. സച്ചു ചേട്ടാ. സച്ചു. സച്ചു. നമ്മളൊന്ന് നോക്കിയല്ലേ. അല്ലേ അത് അവിടെ അവക്കൊരു അസ്വസ്ഥത. मेरी सांसों में तू है समाया मेरी पूजा कभी खुशी कभी गम कभी खुशी कभी गम मेरी सांसों में तू है समा. ഇങ്ങോട്ട് നോക്കി. പപ്പയുടെ നേരെ നോക്കി. പപ്പയുടെ നേരെ നോക്കി. പപ്പയുടെ നേരെ നോക്ക. അങ്ങനെ തന്നെ. പപ്പയുടെ നേരെ നോക്ക്. നേരെ നോക്ക്. നേരെ നോക്ക്. ഇവിടെ ഒന്ന് നേരെ നോക്കണം. വീണ്ടും മിടിക്കാ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. പപ്പയുടെ നേരെ നോക്കിയേ. ചിമ്മുക്കുട്ടി പപ്പയുടെ നേരെ നോക്കിയേ. ആഹാ അവിടെ പോയി കണ്ണാടി പോയി നോക്കിയ സുന്ദരിയാണെന്ന്. കണ്ണാടി പോയി നോക്കിയേ സുന്ദരിയാണോന്ന്. സുന്ദരിയാണോന്ന് കണ്ണാടി പോയി നോക്കാൻ മേലായിരുന്നോ? कभी खुशी कभी गम कभी खुशी कभी गम कभी खुशी कभी गम നിന്റെ താടി ഇടിച്ച് ഡാഡിനെ കാണിച്ചു കൊടുക്കട്ടെ. എവിടെയാന്ന് നിന്റെ താടി ഇടിച്ച് കാണിച്ചു കൊടുക്കട്ടെ. നിന്റെ താടി ഇടിച്ച് ഡാഡിനെ കാണിച്ചു കൊടുക്കട്ടെ. तेरी पूजा करेंगे कभी खुशी कभी गम